പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബിസിനസ് സ്റ്റഡീസ് വിഷയത്തിലെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 4 വീഡിയോയിൽ 4ാമത്തെ ലക്കം വീഡിയോയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നീ കൺസെപ്റ്റുകളാണ്. അതായത് ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങളിലും വളരെ പ്രധാനപ്പെട്ട 3 കൺസെപ്റ്റുകളാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവ. ഷോർട്ട് ഫോമായിട്ട് സാധാരണ അതിനെ അറിയപ്പെടാറുള്ളത് LPG എന്നാണ്. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കൺസെപ്റ്റുകൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ ബിസിനസ് എൻവയോൺമെൻറ്റിലെ ഡൈമെൻഷൻസുകളിൽപ്പെട്ട എക്കണോമിക് എൻവയോൺമെൻറ്റുമായും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റുമായും വളരെ ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് LPG എന്നുള്ളത്. നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. ആദ്യം ലിബറലൈസേഷൻ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ലിബറലൈസേഷൻ അതായത് ഉദാരവൽക്കരണം, അതിൻ്റെ മലയാളം മീനിങ് ഉദാരവൽക്കരണം. ലിബറലൈസേഷൻ മീൻസ് the process of liberalizing the Indian business and industry from unnecessary controls and restrictions. അതായത് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്നോട് ഉദ്ദേശിക്കുന്നത് അനാവശ്യമായ അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നും പരിധികളിൽ നിന്നും റെസ്ട്രിക്ഷൻസുകളിൽ നിന്നുമെല്ലാം ഇന്ത്യൻ ബിസിനസ്സിനെയും വ്യവസായത്തെയും മോചിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരം പ്രക്രിയകളിൽ നിന്നും സിംപ്ലിഫൈ ചെയ്യുക. അത്തരം പ്രക്രിയകളെല്ലാം എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക, ലിബറലൈസ് ചെയ്യുക എന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്? ലിബറലൈസേഷൻ. ഇറ്റ് ഈസ് ദ ലിബറേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ദ ഷാക്കിൾസ് ഓഫ് ദി ലൈസൻസിങ് സിസ്റ്റം. അതായത് ലൈസൻസിങ് സിസ്റ്റത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന്, അൺനെസസറി കൺട്രോളുകളിൽ നിന്ന് ഇന്ത്യൻ വ്യവസായത്തെയും ബിസിനസ്സിനെയും മോചിപ്പിക്കുക എന്നതാണ് ലിബറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിബറലൈസേഷൻ സീസ്ഡ് ദ ലൈസൻസ് പെർമിറ്റ് കോട്ട രാജ്. അതായത് ഇന്ത്യൻ വ്യവസായ ബിസിനസ് മേഖലയിൽ നിലനിന്നിരുന്ന ലൈസൻസ് പെർമിറ്റ് കോട്ട രാജ് എന്ന സമ്പ്രദായം ലിബറലൈസേഷനിലൂടെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നർത്ഥം. ഇനി ലിബറലൈസേഷൻ ഇൻവോൾവ്സ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങളാണ് ലിബറലൈസേഷനിൽ ഉൾപ്പെടുന്നത്. 1. അബോളിഷൻ ഓഫ് ലൈസൻസിങ് റിക്വയർമെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ്. മിക്ക ഇൻഡസ്ട്രികൾക്കുമുള്ള ലൈസൻസിങ്ങിൻ്റെ ആവശ്യകത ഇല്ലാതാക്കി. ഫ്രീഡം ഇൻ ഡിസൈഡിങ് ദ സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഓരോ ബിസിനസ് പ്രവർത്തനങ്ങളുടെയും സ്കെയിൽ, വോള്യം, അതിൻ്റെ എത്രമാത്രം വേണം എന്ന് തീരുമാനിക്കുന്നതിന് സ്വാതന്ത്ര്യം നൽകി. റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ചരക്കുകളും സേവനങ്ങളും ഉള്ള കൈമാറ്റത്തിലെ റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ഫ്രീഡം ഇൻ ഫിക്സിംഗ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് സാധനങ്ങളും സേവനങ്ങളുടെയും വിലകൾ നിശ്ചയിക്കുന്നതിലുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു. ദെൻ നെക്സ്റ്റ് 5th പോയിന്റ്, റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ്സ് ആൻഡ് ലിഫ്റ്റിംഗ് ഓഫ് അൺനെസസറി കൺട്രോൾസ് ഓവർ ദി എക്കണോമി. അതായത് ടാക്സ് റേറ്റുകൾ, നികുതി നിരക്കിലൊക്കെ കുറവരുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ എക്കണോമിയുടെ മേലുള്ള അനാവശ്യ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ദെൻ 6th പോയിന്റ്, സിംപ്ലിഫൈയിങ് ദ പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്. ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള നടപടിക്രമങ്ങൾ വളരെ ലഘൂകരിച്ചു. ആൻഡ് ലാസ്റ്റ് വൺ, ലിബറൽ പോളിസി ടു അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് വിദേശ മൂലധനവും അതായത് ടെക്നോളജിയും അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലിബറലായ, അതായത് ഉദാരമായ നയങ്ങൾ അഡോപ്റ്റ് ചെയ്തു. ചുരുക്കത്തിൽ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി മേഖലയിൽ നിലനിന്നിരുന്ന ലൈസൻസ് പെർമിറ്റ് കോട്ട രാജ് അവസാനിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ലൈസൻസിങ്ങും അതുപോലെ പെർമിഷനും അതുപോലെ കോട്ടയുമായി ബന്ധപ്പെട്ട, അതായത് ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ പ്രവർത്തനവും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും, എല്ലാ ലൈസൻസിങ് പോളിസികളും എല്ലാം വളരെ ഉദാരമാക്കി സിംപ്ലിഫൈ ചെയ്തു എന്നർത്ഥം. ഇത്രയും കാര്യമാണ് ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വസ്തുതകൾ, പോയിന്റുകൾ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്രൈവറ്റൈസേഷൻ അതായത് സ്വകാര്യവൽക്കരണം. ദ ടേം പ്രൈവറ്റൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ കോയിൻഡ് ബൈ പീറ്റർ ഡ്രക്കർ. അതായത് പ്രൈവറ്റൈസേഷൻ എന്ന പദം ആദ്യമായി മുന്നോട്ട് വെച്ചത് പീറ്റർ ഡ്രക്കർ എന്ന വ്യക്തിയാണ്. പ്രൈവറ്റൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ഗ്രേറ്റർ റോൾ ടു ദ പ്രൈവറ്റ് സെക്ടർ in nation building process and
റെഡ്യൂസിങ് ദ റോൾ ഓഫ് ദി പബ്ലിക് സെക്ടർ. പ്രൈവറ്റൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ്, ഒരു പ്രക്രിയയാണ്. അതായത് നാഷണൽ ബിൽഡിംഗ് പ്രോസസ്, രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സ്വകാര്യ മേഖലകൾക്ക് മുഖ്യ പങ്ക് നൽകുക, പ്രധാന റോൾ നൽകുക, ഗിവിങ് ഗ്രേറ്റർ റോൾ ടു ദി പ്രൈവറ്റ് സെക്ടർ ആൻഡ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് ദി പബ്ലിക് സെക്ടർ. അവിടുത്തെ പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലക്കും എന്ത് ചെയ്യുക, അതിൻ്റെ റോള് കുറച്ചു കൊണ്ടുവരിക എന്നതാണ് പ്രൈവറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈവറ്റ് സെക്ടറിന് പ്രാമുഖ്യം നൽകുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇറ്റ് റിസൾട്ടഡ് ഇൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിച്ചു. അതായത് വിച്ച് മീൻസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ പബ്ലിക് എൻ്റർപ്രൈസസ് ടു ദി പ്രൈവറ്റ് സെക്ടർ. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പൊതു ഇൻട്രസ്റ്റ്, അതായത് ഓഹരികളെല്ലാം എന്ത് ചെയ്തു, സ്വകാര്യ വ്യക്തികൾക്ക്, സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് ഡൈല്യൂഷൻ ഓഫ് സ്റ്റേക്ക് ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തത്തിൽ വെള്ളം ചേർത്തു നടത്തും. അതായത് പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു. ഗവൺമെൻറ് സെക്ടറിൽ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം, ഓഹരി കുറഞ്ഞു വന്നു, അതിൽ വെള്ളം ചേർക്കപ്പെട്ടു എന്നർത്ഥം. അതിൽ കൂടുതലും സ്വകാര്യ വ്യക്തികളും സ്വകാര്യ പങ്കാളിത്തവും കടന്നു വന്നു. അത് പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായി ഉണ്ടായിത്തീർന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പ്രൈവറ്റൈസേഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് നാഷണലൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്നത് നാഷണലൈസേഷൻ്റെ, ദേശസാൽക്കരണത്തിൻ്റെ, അതായത് കൂടുതലായി പൊതുമേഖലയെ ആശ്രയിക്കുക എന്ന കൺസെപ്റ്റിൻ്റെ, അതായത് നാഷണലൈസേഷൻ്റെ, ദേശസാൽക്കരണത്തിൻ്റെ വിപരീതമായിട്ടാണ് പ്രൈവറ്റൈസേഷനെ പരിഗണിക്കാറുള്ളത്. Then next we are discussing about globalization. Globalization, ആഗോളവൽക്കരണം. Globalization is the integration of various economies of the world into a global economy. ഗ്ലോബലൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്നോട് ഉദ്ദേശിക്കുന്നത്, ലോകത്തിലെ എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളും സമ്പദ് വ്യവസ്ഥകളും എന്ത് ചെയ്യുക, ഒരു ഗ്ലോബൽ എക്കണോമിയിലേക്ക് സംയോജിപ്പിക്കുക. ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമീസ് ഓഫ് ദി വേൾഡ് ഇൻ ടു എ ഗ്ലോബൽ എക്കണോമി. ഇറ്റ് മീൻസ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് ദി ഗ്ലോബ്. അതായത് ആഗോളതലത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിലെ സാമ്പത്തിക വ്യവസ്ഥകൾക്കിടയിൽ, എക്കണോമികൾക്കിടയിൽ സാധനങ്ങളുടെയും മൂലധനത്തിൻ്റെയും ലേബറിൻ്റെയും ഫ്രീ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഫ്രീ സപ്ലൈ, അല്ലെങ്കിൽ ഫ്രീ എക്സ്ചേഞ്ച് ഉറപ്പുവരുത്തുക എന്നതാണ് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് റിസൾട്ട്സ്, ഓർ ഗ്ലോബലൈസേഷൻ റിസൾട്ട്സ് ഇൻ ഗ്രേറ്റർ ഇൻ്ററാക്ഷൻ ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എമംഗ് വേരിയസ് നേഷൻസ്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പരസ്പര ഇടപെടലുകളും പരസ്പര ആശ്രയവും ഇത് സൗകര്യപ്പെടുത്തുന്നു, ഇത് ഉണ്ടാക്കി തീർക്കുന്നു എന്നർത്ഥം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 കൺസെപ്റ്റ്, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുമായി ബന്ധപ്പെട്ട് അമർത്യ സെൻ്റെ വാക്കുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അമർത്യ സെൻ പറഞ്ഞത് ഫേമസ് എക്കണോമിസ്റ്റാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, നോബൽ സമ്മാന ജേതാവാണ്. അദ്ദേഹം പറഞ്ഞത് ഗ്ലോബലൈസേഷൻ ഈസ് നോട്ട് എ പോളിസി. ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ഒരു നയമല്ല. ഇറ്റ് ഈസ് എ ഫിനോമിന, ഇതൊരു പ്രതിഭാസമാണ്. അതായത് അതുകൊണ്ട് തന്നെ ആഗോളവൽക്കരണം നേട്ടമുണ്ടാക്കും, കോട്ടവുമുണ്ടാക്കും. നേട്ടങ്ങൾ പരമാവധി കൂട്ടാനും കോട്ടങ്ങൾ പരമാവധി കുറയ്ക്കാനും അനുയോജ്യമായ നയങ്ങൾ ഓരോ ഗവൺമെൻറ്റും ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ആർ പോളിസീസ്. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും നയങ്ങളാണ്. ബട്ട് ഗ്ലോബലൈസേഷൻ ഈസ് എ ഫാക്ട്. ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ഒരു യഥാർത്ഥ വസ്തുതയാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഈ 3 കൺസെപ്റ്റുകളും നമുക്ക് ഒരൊറ്റ സെൻറ്റൻസിൽ ഒതുക്കാം. സിംപ്ലിഫയിങ് ദ ലൈസൻസിങ് സിസ്റ്റം. ലൈസൻസിങ് സമ്പ്രദായങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ലിബറലൈസേഷൻ. റെഡ്യൂസ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പൊതുമേഖലയുടെ ഗവൺമെൻറ്റിൻ്റെ റോള് കുറയ്ക്കുന്നതാണെന്ത് പ്രൈവറ്റൈസേഷൻ. ആൻഡ് എൻകറേജ് ഫോറിൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. വിദേശ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ത് ഗ്ലോബലൈസേഷൻ. ഓക്കെ, LPGയുമായി ബന്ധപ്പെട്ട ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.